അവിശ്വസനീയമായ ഞെട്ടൽ കൊണ്ടുണ്ടാകുന്ന തരിപ്പ് നമ്മുടെ ശരീരത്തിൽ ആകമാനം ഇരച്ചു കയറും. നമ്മൾ പോലും അറിയാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മുടെ സമയം കടന്നു ചെല്ലും. കഥാപാത്രങ്ങളുടെ പേരും മുഖവും മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്തകൾ തന്നെ നമുക്ക് കൈവിട്ടു പോകും. ഏറെ നാളുകൾക്ക് ശേഷം കഥയുടെ പിടിച്ചുലയ്ക്കൽ ശക്തി കാണിച്ചു തന്ന ഒരു കഥാസമാഹാരമാണ് ഡോക്ടർ സ്വർണാജിത്തിന്റെ മധുബനിയിലെ മൈഥിലിമാർ. കഥയുടെ ഒടുക്കമറിയാതെ പൊറുതിയില്ല എന്ന നിലയിലേക്ക് വായനക്കാരെ പിടിച്ചിരുത്തുന്ന എഴുത്തിന്റെ തീക്ഷ്ണ ശക്തിയുള്ള പുസ്തകമാണിത്. വിപുലമായ ആന്തരിക ലോകമുള്ള 12 കഥകൾ. കാകാപകം എന്ന ആദ്യത്തെ കഥ ഒന്നു മാത്രം മതി ഈ പുസ്തകത്തിന്റെ അകക്കാമ്പിന്റെ ആഴം മനസ്സിലാക്കാൻ. തോറ്റവന്റെ തോറ്റം, 2 കള്ളന്മാർ, മധുബനിയിലെ മൈഥിലിമാർ, മുറികൂട്ടിപ്പച്ച തുടങ്ങിയ കഥകളൊക്കെ ഒന്നിനൊന്ന് മികച്ചതാണെന്ന് പറയാതെ വയ്യ. തമ്പ്രാൻ എങ്ങനെ മരിച്ചു? വള്ളി, അവൾക്കെന്തു പറ്റി? ശവം വീണ പുഴയിൽ മത്സ്യങ്ങൾ ചത്തു പൊങ്ങിയിരിക്കുന്നു. ഈ ചതിയിൽ എന്താണ് നിങ്ങളുടെ പങ്ക്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് ഇറങ്ങുന്നതോടെ നമ്മൾ സ്വർണയുടെ എഴുത്തുപുരയിൽ സ്വയം നഷ്ടപ്പെട്ടവരായി എത്തിക്കഴിയുന്നു. ചോരയുടെ ഇരുമ്പുഗന്ധമുള്ള നോട്ടങ്ങളെ തിരിച്ചറിയുന്നതോടെ വായിക്കുന്നവരെല്ലാം ആ കെണിയിലകപ്പെട്ടവരായി സ്വയം തിരിച്ചറിയുന്നു. നിലവിലുള്ള ആഖ്യാന രീതികളുടെ പകർപ്പ് ഏതുമില്ലാതെ വ്യത്യസ്തമായ തന്റെ രചനാ വഴിയിലൂടെ സ്വർണ മലയാള ചെറുകഥയുടെ പാന്താവിലേക്കുള്ള തന്റെ വരവ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിഷേധിക്കാനാവാത്ത ആ സാന്നിധ്യത്തെ മലയാള സാഹിത്യ മേഖല തിരിച്ചറിയുകയും അംഗീകരിക്കുകയും തന്നെ ചെയ്യും. കാരണം സ്നേഹാനുഭവങ്ങളുടെ പൊതുഭാഷ്യം തന്നെയാണ് സ്വർണാജിത്തിന്റെ ഓരോ വാക്കും വരിയും. അത് വായിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്.